ജേർണലിംഗ് ചെയ്യൂ എങ്കിൽ പിന്നെ ചെയ്യാലേ. വായോ, നമുക്ക് നല്ല കളർഫുൾ ജേർണലിംഗ് തന്നെ ചെയ്യാം. ഇതാണ് ജേർണലിംഗ് ചെയ്യൂന്ന് വെച്ച ഫസ്റ്റ് കമന്റ്. അതിനുശേഷം ഒരുപാട് പേര് ജേർണലിംഗ് ചെയ്യൂ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ കമന്റ്സ് ഒന്നും കാണാതിരുന്നതല്ല കേട്ടോ, എനിക്ക് ജേർണലിംഗിൽ വലിയ വശമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ ഇപ്പൊ എനിക്ക് ഏകദേശമൊക്കെ ജേർണലിംഗ് ചെയ്യാൻ അറിയാം. കുറെ മുൻപ് തന്നെ ഞാൻ ജേർണലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മറന്നിരിക്കുമ്പോഴാണ് ദേ ഒരു സബ്സ്ക്രൈബറിന്റെ കമന്റ്, ജേർണലിംഗ് ചെയ്യോ ചേച്ചി പ്ലീസ് 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 അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാടാ ജേർണലിംഗ് ചെയ്യാതിരിക്കുക. അപ്പൊ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എന്റെ ജേർണലിംഗ്. പിന്നെ എല്ലാവരും ദിവസം കമന്റ് അയക്കുന്നതും ഓരോന്നോരോന്ന് ഉണ്ടാക്കാൻ പറയുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ എന്റെ വർക്കൊക്കെ കഴിഞ്ഞു വന്നിട്ടാണ് എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നത്. എന്റെ വർക്കും ഓൺലൈൻ ക്ലാസ്സും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ചു നേരം ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യും. ആ സമയത്താണ് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഇരുന്ന് വായിക്കുന്നത്. പരമാവധി ഞാൻ ലൈക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഇരുന്ന് വായിക്കുമ്പോഴേ എന്തോ ഒരു റിലാക്സേഷനാ, സത്യടാ. അപ്പൊ ജേർണലിംഗ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ഇട്ടോ.